ഈസ്റ്റിലെ സമുദ്രമേഖലയിൽ യുദ്ധകാഹളം മുഴങ്ങുന്ന രീതിയിലുള്ള അതീവ ഗുരുതരമായ സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇറാനിയൻ തുറമുഖങ്ങളിലേക്കും അവിടെ നിന്നുള്ള കപ്പൽ യാത്രകൾക്കും അമേരിക്കൻ നാവികസേന സമ്പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി US സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ട വയർലെസ് സന്ദേശങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ബുധനാഴ്ച പുറത്തുവന്ന ഈ ഓഡിയോ ക്ലിപ്പുകളിൽ സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന എല്ലാ കപ്പലുകൾക്കും അമേരിക്കൻ കമാൻഡർമാർ നൽകുന്ന താക്കീത് അതീവ കർക്കശമാണ്. ഇറാന്റെ തീരപ്രദേശങ്ങളിൽ ഔദ്യോഗികമായി ഉപരോധം പ്രഖ്യാപിച്ചുവെന്നും ഇത് നിയമപരമായ നടപടിയാണെന്നും അമേരിക്ക ആവർത്തിച്ചു വ്യക്തമാക്കുന്നു. അമേരിക്കൻ നാവികസേന ഇറാനിയൻ തുറമുഖങ്ങളിൽ ഔദ്യോഗിക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇത് നിയമപരമായ നടപടിയാണ്. ഇറാനിൽ നിന്ന് പുറപ്പെട്ട എല്ലാ കപ്പലുകളും ഉടൻ തന്നെ താവളങ്ങളിലേക്ക് മടങ്ങുക. ഇറാനിലേക്ക് പോകാൻ ലക്ഷ്യമിട്ടുള്ള കപ്പലുകൾ തങ്ങളുടെ യാത്ര അടിയന്തരമായി നിർത്തിവെക്കുക. ഇതായിരുന്നു US കപ്പലുകളിൽ നിന്നുള്ള സന്ദേശത്തിന്റെ കാതൽ. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധന പാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള നീക്കങ്ങളെ ഇത് സാരമായി തന്നെ ബാധിക്കും. മുൻപ് സാമ്പത്തിക ഉപരോധങ്ങൾ മാത്രം ഏർപ്പെടുത്തിയിരുന്ന അമേരിക്ക ഇപ്പോൾ സൈനികമായി കപ്പലുകൾ തടയുന്ന തലത്തിലേക്ക് നീങ്ങിയത് മേഖലയിൽ വലിയ പൊട്ടിത്തെറികൾക്ക് കാരണമായേക്കാം. ഇറാനിലേക്കുള്ള ചരക്ക് നീക്കം പൂർണ്ണമായും തടയുക വഴി ആ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ തകർക്കുക എന്ന തന്ത്രമാണ് ട്രംപ് ഭരണകൂടം പയറ്റുന്നത്. ഇന്ധന കയറ്റുമതിയും അവശ്യ സാധനങ്ങളുടെ ഇറക്കുമതിയും തടസ്സപ്പെടുന്നതോടെ ഇറാൻ വലിയൊരു ആഭ്യന്തര പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്ന് വാഷിംഗ്ടൺ കണക്കുകൂട്ടുന്നു. എന്നാൽ സമുദ്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് അമേരിക്ക നടത്തുന്നതെന്നാണ് ഇറാന്റെ വാദം. തങ്ങളുടെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്ന ഇത്തരം നീക്കങ്ങളെ സൈനികമായി നേരിടുമെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണങ്ങൾക്കും മിസൈൽ വർഷങ്ങൾക്കും ഇറാൻ മുതിർന്നാൽ അത് വലിയൊരു നാവിക യുദ്ധത്തിലേക്ക് വഴിമാറും. ഈ ഉപരോധം ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമായിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എണ്ണക്കപ്പലുകളുടെ യാത്ര തടസ്സപ്പെടുന്നത് ലോകമെമ്പാടുമുള്ള ഊർജ വിതരണത്തെ ബാധിക്കും. ഇന്ധനവില വർധനവ് അമേരിക്കയ്ക്കുള്ളിൽ തന്നെ രാഷ്ട്രീയ പ്രതിസന്ധികൾക്ക് കാരണമാകുന്നുണ്ടെങ്കിലും ഇറാനെതിരെയുള്ള ഈ കടുത്ത നീക്കത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് പെന്റഗൺ. കപ്പലുകൾക്ക് നൽകുന്ന ഈ തത്സമയ മുന്നറിയിപ്പുകൾ വെറും വാചക കസർത്തല്ലെന്നും നിയമം ലംഘിക്കുന്ന കപ്പലുകൾക്ക് നേരെ ഫലപ്രയോഗം നടത്താൻ തങ്ങൾക്ക് അനുമതി ഉണ്ടെന്നും അമേരിക്കൻ കമാൻഡർമാർ വ്യക്തമാക്കുന്നു. ചൈനയും റഷ്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ ഈ നീക്കത്തെ അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. സമുദ്രയാത്രയ്ക്കുള്ള സ്വാതന്ത്ര്യം അമേരിക്ക തന്നെ ലംഘിക്കുകയാണെന്ന ആക്ഷേപം ശക്തമാണ്. എങ്കിലും മിഡിൽ ഈസ്റ്റിലെ തങ്ങളുടെ ആധിപത്യം വീണ്ടെടുക്കാനും ഇറാന്റെ ആണവ സൈനിക മോഹങ്ങളെ തളയ്ക്കാനും ഇത്തരം കടുത്ത നടപടികൾ അനിവാര്യമാണെന്നാണ് വൈറ്റ് ഹൗസിന്റെ നിലപാട്. വരും ദിവസങ്ങളിൽ അറബിക്കടലിലും ഹോർമുസ് കടലിടുക്കിലും അമേരിക്കൻ ഇറാനിയൻ കപ്പലുകൾ തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. നയതന്ത്രം പൂർണ്ണമായും പരാജയപ്പെടുകയും സൈനികമായ അധികാര പ്രകടനം മാത്രം പ്രാവർത്തികമാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം മിഡിൽ ഈസ്റ്റിനെ വെടിമരുന്നിന്റെ വക്കിലെത്തിച്ചിരിക്കുകയാണ്. അമേരിക്കൻ നാവികസേന പുറത്തുവിട്ട ഈ നാടകീയമായ സന്ദേശം അന്താരാഷ്ട്ര സമുദ്ര സുരക്ഷാ ചരിത്രത്തിലെ നിർണായകമായ ഒരു രേഖയായി മാറിയിരിക്കുകയാണ്. ഉപരോധം ഏർപ്പെടുത്തിയ പ്രദേശം അതീവ അപകട മേഖലയായി പ്രഖ്യാപിക്കപ്പെട്ടതോടെ അന്താരാഷ്ട്ര കപ്പൽ കമ്പനികൾ തങ്ങളുടെ റൂട്ടുകൾ മാറ്റാൻ നിർബന്ധിതരായിരിക്കുന്നു. സമാധാനത്തെക്കാൾ യുദ്ധത്തിന്റെ തമസിലേക്ക് മേഖല നീങ്ങുന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തുവന്ന ഈ മുന്നറിയിപ്പ്.